അപ്പോഴേ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പ് രസം ഉണ്ടാക്കുന്ന അതിനുവേണ്ടി പരിപ്പിലേക്ക് തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, 2-3 വേപ്പിലയും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഞാനൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുരുമുളക്, ജീരകം, പിന്നെ വെളുത്തുള്ളി, കായപ്പൊടി, വേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തു. പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പരിപ്പൊന്ന് ഉടച്ചു കൊടുത്തായിരുന്നു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് വേപ്പിലയിട്ട് ചതച്ച മസാലയും വേവിച്ച് വെച്ച പരിപ്പും തക്കാളി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വന്നപ്പോൾ പുളി ഒഴിച്ചു. പിന്നെ തിളച്ച് കഴിഞ്ഞപ്പോൾ മല്ലിയില ഇട്ടെടുത്തു. പിന്നെ ഞാൻ ക്യാബേജ് തോരനാണ് വെക്കുന്നത്. അതിനുവേണ്ടി തേങ്ങയിലേക്ക് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചതച്ചെടുത്തു. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുകും ഉഴുന്നും പൊട്ടിയതിന് ശേഷം വേപ്പിലയും വറ്റൽമുളകും ഇട്ട് ചതച്ച് വെച്ചതും ഇട്ട് ക്യാബേജ് തോരനുണ്ടാക്കി. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അത് വറുത്തെടുത്തു. പിന്നെ ഞാൻ സ്നാക്കായിട്ട് ബ്രെഡിൽ ചോക്ലേറ്റ് സ്പ്രെഡ് തേച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ജാം റോൾ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് മാറാൻ വേണ്ടി വെറുതെ ഇങ്ങനെ റോൾ ചെയ്ത് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണാനൊരു ഭംഗി, അത് ഓർത്തിട്ട് അങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മൾ ലഞ്ച് പാക്ക് ചെയ്യാണ്. ആദ്യം ചോറിട്ടു, പിന്നെ ക്യാബേജ് തോരൻ, പരിപ്പ് രസം, ഒരു മീൻ വറുത്ത് വെച്ചു. പിന്നെ നമ്മൾ സ്നാക്കായിട്ടുള്ള ബ്രെഡ് റോൾ ചെയ്തതും വെച്ച് അങ്ങനെ ഇന്നത്തെ ലഞ്ചും സ്നാക്സും സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ കൊടുത്തു വിട്ടതൊക്കെ അവൻ ഫിനിഷാക്കി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ബൈ.